എനിക്ക് വലുത് കോൺഗ്രസ് അല്ല, ഭാരതമാണ്. പറയുന്നത് ആരെന്നറിയാമോ? ശശി തരൂർ. അതെ, കോൺഗ്രസ് നേതാവ് ശശി തരൂർ തന്നെ. കോൺഗ്രസിനെ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞ് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ശശി തരൂർ. രാജ്യം സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ അതിൽ തന്നാൽ കഴിയുന്ന എല്ലാം ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ ഭാരതീയനും ചെയ്യേണ്ട സമയത്ത് അതിൽ രാഷ്ട്രീയം കണ്ടെത്തുന്ന കോൺഗ്രസുകാരെ തള്ളിക്കളയാതെ പിന്നെന്താണ് ചെയ്യാൻ കഴിയുക? വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് തന്നെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും അതിൽ അഭിമാനമുണ്ടെന്നും തന്നെ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. രാജ്യത്തിനൊപ്പം നിൽക്കുമെന്ന കോൺഗ്രസ് നിലപാട് തള്ളി തരൂർ വ്യക്തമാക്കി. തന്റെ കഴിവിനെക്കുറിച്ചോ കഴിവില്ലായ്മയെക്കുറിച്ചോ വ്യക്തിപരമായ അഭിപ്രായം നേതൃത്വത്തിനുണ്ടാകാം. അത് അവരോട് ചോദിച്ചാൽ മതി. ഇത് സർക്കാരിന്റെ പരിപാടിയാണ്. അപ്പോൾ സർക്കാരിന്റെ അഭിപ്രായം ഒരുപക്ഷെ വേറെ ആയിരിക്കാമെന്നും തരൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ നിലപാടും പാകിസ്ഥാന്റെ പങ്കും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയാണ് സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ വിദേശ പര്യടനത്തിനായി നിയോഗിച്ച 7 സംഘങ്ങളിൽ ഒന്നിനെ നയിക്കുന്നത് ശശി തരൂറാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര സർക്കാരിന് നൽകിയ പട്ടികയിൽ നിന്ന് ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. സർവകക്ഷി സംഘത്തെ തിരഞ്ഞെടുത്തതിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്നാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ആരോപിച്ചത്. നിലവിൽ പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയെ തുറന്നുകാട്ടാൻ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്ന 7 പ്രതിനിധി സംഘങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 7 സംഘങ്ങളിലായി 59 പേരാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുക. NDAയിൽ നിന്ന് 31 പേരും മറ്റു മുന്നണികളിൽ നിന്ന് 20 പേരും സംഘത്തിലുണ്ട്. ബാക്കിയുള്ളവർ നയതന്ത്ര മേഖലയിലെ ഉദ്യോഗസ്ഥരാണ്. മെയ് 23-ന് ആരംഭിക്കുന്ന പര്യടനത്തിന്റെ ഭാഗമായി പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. ബെൽജിയത്തിലെ ബ്രസൽസിലുള്ള യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനവും സംഘം സന്ദർശിക്കും. പ്രതിനിധി സംഘം 1 സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളായിരിക്കും സന്ദർശിക്കുക. ബൈജയങ് പാണ്ഡ, നിഷികാന്ത് ദുബായ്, ഫാങ്നോൺ കൊന്യാക്, രേഖ ശർമ്മ, അസദുദ്ദീൻ ഒവൈസി, സത്നം സിംഗ് സിന്ധു, ഗുലാം നബി ആസാദ്, ഹർഷ് ശ്രിംഖ്ല എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നിവിടങ്ങളിലേക്കായിരിക്കും പ്രതിനിധി സംഘം 2 യാത്ര ചെയ്യുക. രവിശങ്കർ പ്രസാദ്, ദഗ്ഗുപതി പുരന്ദേശ്വരി, പ്രിയങ്ക ചതുർവേദി, ഗുലാം അലി ഖത്താന, അമർ സിംഗ്, സമിത് ഭട്ടാചാര്യ, MJ അക്ബർ, പങ്കജ് സരൺ എന്നിവരും പ്രതിനിധി സംഘം 3-ൽ ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ സഞ്ജയ് കുമാർ ഝാ, അപരാജിത സാരംഗ്, യൂസഫ് പത്താൻ, ബ്രിജ്ലാൽ, ജോൺ ബ്രിട്ടാസ്, പ്രധാൻ ബറുവ, ഹേമാങ് ജോഷി, സൽമാൻ ഖുർഷെയ്ൻ, മോഹൻ കുമാർ എന്നിവരും പ്രതിനിധി സംഘം 4-ൽ UAE, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ, ബൻസൂരി സ്വരാജ്, മുഹമ്മദ് ബഷീർ, അതുൽ ഗാർഗ്, സസ്മിത് പത്ര, മനൻ കുമാർ, SS അലുവാലിയ, സുജൻ ചിനോയ് എന്നിവരും സഞ്ചരിക്കും. പ്രതിനിധി സംഘം 5-ൽ US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ ശശി തരൂർ, ശാംഭവി, സർഫറാസ് അഹമ്മദ്, GM ഹരീഷ് ബാലയോഗി, ശശാങ്ക് മണി, ഭുവനേശ്വർ സിംഗ്, കലിത, മിലിംഗ് മുരളി, അംബാരൻ തേജ എന്നിവരും. പ്രതിനിധി സംഘം 6-ൽ സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ, റഷ്യൻ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ K കനിമൊഴി, രാജീവ് റോയ്, മിയാൻ അൽതാഫ് അഹമ്മദ്, ബ്രിജേഷ് ചൌട്ട, പ്രേംചന്ദ് ഗുപ്ത, അശോക് കുമാർ മിത്തൽ, മഞ്ജീവ് എസ്പുരി, അഷ്റഫ് ജാവ് എന്നിവരും. പ്രതിനിധി സംഘം 7-ൽ ഈജിപ്ത്, ഖത്തർ, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താൻ സുപ്രിയ സുലൈ, രാജീവ് പ്രതാപ് റൂഡി, വിക്രംജിത് സിംഗ് സാഹ്നി, മനീഷ് തിവാരി, അനുരാഗ് സിംഗ് ഠാക്കൂർ, ശ്രീകൃഷ്ണ ദേവരായലു, ആനന്ദ് ശർമ്മ, V മുരളീധരൻ, സയ്യിദ് അക്ബറുദ്ദീൻ എന്നിവരും ഭാഗമാകും.